Hey all, welcome back to my channel AJ since 96. So, how are you guys? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഇന്നലെ ഞാനും എൻ്റെ വൈഫും എൻ്റെ ഫ്രണ്ടും കൂടി പോയിട്ട് അതിരടി മൂവി കണ്ടായിരുന്നു. ഈ സിനിമയെക്കുറിച്ചുള്ള ഞങ്ങളുടെ ഒപ്പീനിയൻ, ഞങ്ങളുടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് സ്ട്രിക്ട്ലി ഞങ്ങളുടെ മാത്രം ഒപ്പീനിയൻ ആണ്. ദയവ് ചെയ്ത് നിങ്ങൾ സിനിമ കാണാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒപ്പീനിയൻ കേട്ടിട്ട് നിങ്ങൾ പോകണ്ട. നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രേഖപ്പെടുത്തും. സോ ലെറ്റ്സ് കം ബാക്ക് ടു അവർ ഒപ്പീനിയൻ. ഞാൻ ഈ ഒപ്പീനിയൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് നിങ്ങൾ അതിരടി കാണാൻ പോകുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ക്രൗഡ്, അതായത് തിയേറ്ററിൽ നിങ്ങൾ സിനിമ കാണാൻ പോകുമ്പോൾ ക്രൗഡ്, ആ ക്രൗഡ് നിങ്ങളുടെ ഈ സിനിമയുടെ ആസ്വാദനത്തെ വളരെയധികം സ്വാധീനിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യം വരാം, അപ്പോൾ ക്രൗഡിന്റെ ഇൻഫ്ലുവൻസിൽ ആണോ നമ്മളൊരു സിനിമ ആസ്വദിക്കേണ്ടത്, ഇതിലപ്പോൾ കഥ ഇല്ലേ എന്നൊക്കെ ഉള്ള പല ക്വസ്റ്റ്യൻസും വരാം. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയൻസ് ആണ്. പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ സിനിമയുടെ ക്രൗഡ് നിങ്ങളുടെ ഈ സിനിമയുടെ ആസ്വാദനത്തിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യും. സോ നമുക്ക് ഡയറക്റ്റ് സിനിമയിലേക്ക് പോവാം. അതിരടി ആക്ച്വലി നമ്മളിത് കാണാൻ പോകുന്നതിന് മുന്നേ രണ്ട് തരത്തിലുള്ള അഭിപ്രായം കേട്ടിട്ട് പോയത്. അതായത് ഒരു 70% ആൾക്കാരും സിനിമയെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ ഒരു 30% ആൾക്കാർ പറയുന്നുണ്ടായി ദിസ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ, അല്ലെങ്കിൽ വിചാരിച്ച അത്രയും ആസ്വദിച്ചിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് അഭിപ്രായങ്ങൾ വരുന്നുണ്ടായിരുന്നു സിനിമയെ കുറിച്ച്. പക്ഷെ എന്തായാലും ബേസിൽ ജോസഫും ടൊവിനോയും എല്ലാവരും ഉള്ള ഒരു ഫിലിം അല്ലേ, അതുപോലെ ഇവരുടെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ട് നമ്മൾ വളരെ ആകൃഷ്ടരായിരുന്നു ഈ സിനിമ കാണാനായിട്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അതിരടി കാണാനായിട്ട് എന്തായാലും കണ്ടിട്ടാണ് ബാക്കി കാര്യം എന്നുള്ള രീതിയിൽ നമ്മൾ ഫിലിമിന് പോകുന്നത്. അപ്പോൾ അതിരടി സ്റ്റാറിംഗ് ബേസിൽ, ടൊവിനോ ആൻഡ് പ്രധാന വേഷങ്ങളിൽ വിനീത് ശ്രീനിവാസൻ, ഷാൻ റഹ്മാൻ, ദെൻ റിയ, പിന്നെ കോളേജിലും മറ്റ് സീൻസിലൊക്കെ ആയിട്ട് വരുന്നവരും പോകുന്നവരായിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഡയറക്റ്റഡ് ബൈ അരുൺ അനിരുദ്ധൻ തന്നെയാണ് ഈ ഫിലിം കോ റൈറ്റർ കൂടി അരുൺ അനിരുദ്ധന്റെ ഡയറക്ടോറിയൽ ഡെബ്യൂ കൂടിയാണ് ഈ മൂവി. അദ്ദേഹം നിങ്ങൾക്ക് ആർക്കും അദ്ദേഹത്തെ അറിയില്ല എന്നുണ്ടെങ്കിൽ മിന്നൽ മുരളിയുടെ കോ റൈറ്റർ കൂടിയാണ് ഈ പറയുന്ന അരുൺ അനിരുദ്ധൻ. അതുപോലെ ഈ ഫിലിം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതും ബേസിൽ ജോസഫ് തന്നെയാണ്. ബേസിൽ ജോസഫും ഡോക്ടർ അനന്തു എന്ന് പറയുന്നൊരു വ്യക്തിയും കോ പ്രൊഡ്യൂസ്ഡ് ബൈ സമീർ താഹിർ ആൻഡ് ടൊവിനോ തോമസ്. അതുപോലെ ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിഷ്ണു വിജയാണ്. സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് സാമുവൽ ഹെൻറി ആൻഡ് എഡിറ്റഡ് ബൈ ചമൻ ചാക്കോ. ഈ മൂവി എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. ഇതൊരു വളരെ ഹൈ ഒക്ടേൻ ആയിട്ടുള്ള, എനർജറ്റിക് ആയിട്ടുള്ള, ഒരു യങ് ആയിട്ടുള്ള, അതായത് യൂത്തിനെ ഒരുപാട് ആകൃഷ്ടരാക്കാൻ ചാൻസ് ഉള്ള, വളരെ കളർഫുൾ ആയിട്ടുള്ള, വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് പശ്ചാത്തലത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു മൂവിയാണ് അതിരടി. അതായത് മുടങ്ങിക്കിടക്കുന്ന ഒരു ക്യാമ്പസ് ഫെസ്റ്റ് നടത്താനായിട്ട് മുന്നിട്ടിറങ്ങുന്ന ഒരു നായക കഥാപാത്രമാണ് ഇതിൽ ബേസിൽ ജോസഫിന്റെ. അപ്പോൾ ക്യാമ്പസ് ഫെസ്റ്റുകളും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഓർഗനൈസേഴ്സ് ഒക്കെ ആയിട്ട് നടന്നിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോഴും ക്യാമ്പസുകളിൽ സജീവമായിട്ട് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ മുന്നിട്ടിറങ്ങി നിൽക്കുന്ന വ്യക്തികളാണെന്നെങ്കിൽ നിങ്ങൾക്കിത് വളരെ റിലേറ്റബിൾ ആയിരിക്കും. അതായത് നമ്മളൊരു ക്യാമ്പസ് ഫെസ്റ്റ് നടത്താൻ വേണ്ടി ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരാം. അതിലുള്ള മെയിൻ ഒരു ഇഷ്യൂ ആണ് മേ ബി ക്യാമ്പസ് പരിസരങ്ങളിലുള്ള മറ്റുള്ള അവിടുത്തെ ലോക്കൽസ് ആയിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ള പ്രതിഷേധങ്ങളല്ല, അവരായിട്ട് വരാവുന്ന കുറച്ച് ക്വാറൽസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ ആ ഒരു വൈബാണ് ഈ പടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഫിലിം നിങ്ങൾ കാണാൻ പോകുമ്പോഴുള്ള ഈ ഫിലിമിന്റെ ക്രൗഡ് നിങ്ങളെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഒരു മേ ബി ഒരു 6 മണി അല്ലെങ്കിൽ ഒരു 9 മണി 10 മണി ആ ഷോകൾക്കൊക്കെ കൂടുതൽ ഇങ്ങനെ ഒരു യങ്സ്റ്റേഴ്സ് വരാൻ ചാൻസ് ഉള്ള ആ ഒരു ഷോകൾക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പടം വളരെയധികം എൻജോയ് ചെയ്യും ചിലപ്പോൾ. കാരണം അവർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചത് ഫാമിലികൾക്കൊന്നും ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത് കുറച്ചും കൂടി നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റും ഇരുന്ന് ഈ ഫിലിം കണ്ട് എൻജോയ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കും അതൊരു എൻജോയ്മെന്റ് ആണ്. ഇനി നമുക്ക് പെർഫോമൻസസിലേക്ക് വരുമ്പോൾ ബേസിൽ ജോസഫ് ഈ ഫിലിമിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആളുടെ കോമഡി ടൈമിങ്സ്, ചില സീനുകളൊക്കെ കണ്ടപ്പോൾ പണ്ടിങ്ങനെ ദിലീപേട്ടനൊക്കെ ചെയ്യുന്ന കുറച്ച് കോമഡികൾ പോലെ തോന്നി. അതായത് ആ ഒരു കൈൻഡ് ഓഫ് കോമഡികൾ. ഞാൻ ഒരിക്കലും ബേസിൽ ജോസഫിനെ ദിലീപേട്ടനെ കമ്പയർ ചെയ്യല്ല, ഞാൻ പറഞ്ഞതാണ്. എനിക്ക് അങ്ങനെ ഒരു വൈബ് തോന്നി. അത് എല്ലാവർക്കും തോന്നണമെന്നൊന്നുമില്ല. ആളുടെ കോമഡീസ് മാത്രമല്ല, ആൾക്ക് ഉള്ള ഇമോഷൻസ്, ചേട്ടനായിട്ടുള്ള ബന്ധം, ആളുടെ ചേട്ടൻ മീൻസ് ബേസിൽ ജോസഫിന്റെ സാംബോ എന്ന ക്യാരക്ടറും ആളുടെ ചേട്ടനായിട്ട് ആ ഫിലിമിൽ വരുന്ന ജോസഫ് എന്ന ക്യാരക്ടറും തമ്മിലുള്ള ഒരു ബോണ്ട്, ഇതൊക്കെ വളരെ കണക്റ്റഡായി നമുക്ക് ഈ ഫിലിമിൽ. പിന്നെ തോട്ടക്കുട്ടൻ, ശ്രീകുട്ടൻ, ഇങ്ങനെ ഉള്ള പേരുകളിലാണ് ടോവിനോയുടെ ക്യാരക്ടർ നെയിംസ്. ഇതൊക്കെയാണ് ഈ സിനിമയിൽ.
അദ്ദേഹം ഒരു റിട്ടയർഡ് ഗുണ്ടയായിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. ഇത് ട്രെയിലർ കണ്ടവർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു. ഒരു എന്താ പറയാ, പീക്ക് മെയിൽ ടെസ്റ്റോസ്റ്ററോണിന്റെ ഒരു പൂണ്ട് വിളയാട്ടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ടോവിനോടെ. അത് ടോവിനോ ഇങ്ങനെ ആളിങ്ങനെ നിന്നിട്ട് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ആള് ക്യാമ്പസിലേക്ക് വരണ ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു ഒന്നൊന്നര സീനാണ്. ഭയങ്കര മാസ് അപ്പീലുള്ള ഒരു നടനാണ് ടൊവിനോ എന്ന് വീണ്ടും വീണ്ടും ആള് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോ ആളുടെ ഒരു ക്യാരക്ടർ എന്ന് പറയാന്നുണ്ടെങ്കിൽ, ഞാൻ വേണ്ട വേണ്ട എന്ന് വെച്ചിട്ട് ഞാനെല്ലാം നിർത്തിയതാന്ന് വെച്ചിട്ട് അന്നാ നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചേ അടങ്ങൂ എന്നുള്ള രീതിയിൽ എന്നിട്ട് ആളൊരു വരവുണ്ട്. ആര് പറഞ്ഞാലും പിടിച്ചാൽ നിൽക്കാത്തൊരു ക്യാരക്ടർ പോലെ. അതൊരു ഭയങ്കര ഒരു എലവേഷൻ ആയിരുന്നു തിയേറ്ററിൽ അത് കാണാനായിട്ട്. ിന്റെയും ടൊവിനോടെയും ഇവർ തമ്മിലുള്ളൊരു ഈഗോ ഹർട്ടായിട്ടുള്ള, ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു ലെവലിലേക്ക് ഈ പടം അതിനുശേഷം പോകും. പിന്നെ വിനീത് ശ്രീനിവാസനും ഷാൻ റഹ്മാനും അവർ രണ്ടുപേരും വന്ന ടൈം അവർ പൊളിച്ചിറക്കിയിട്ടുണ്ട്. അവരുടെ ആ ഒരു റെഫറൻസുകൾ എസ്പെഷ്യലി, അതുപോലെ അവരുടെ കോമഡി ടൈമിങ്സ് ഒക്കെ നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തില് ഇവർ രണ്ടുപേരും വരുന്ന കോമ്പിനേഷൻ സീൻസും കണ്ടിരിക്കാൻ നല്ല രസമാണ്. അതിന്റെ കൂടെ ബേസിൽ ഉണ്ടാവും, അതിന്റെ കൂടെ ടൊവിനോ ഉണ്ടാവും. ടൊവിനോ ഈവൻ ദോ ഹീസ് എ വെരി ടെറർ ക്യാരക്ടർ, അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള മറ്റു കോമഡി വൈസും ടൊവിനോ നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത്. ഇവരെല്ലാവരും കൂടാതെ നമുക്ക് ഇമോഷണലി കണക്ട് ആയിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സ് ആണ്. ഒന്ന് ഈ ബേസിൽ ജോസഫിന്റെ സാം കുട്ടി എന്ന ക്യാരക്ടറിന്റെ ചേട്ടനായിട്ട് അഭിനയിച്ച ജോസഫും, അതുപോലെ ദർശനയുടെ അച്ഛനായിട്ട് അഭിനയിച്ച ഒരു ക്യാരക്ടർ ഉണ്ട്. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും കുറച്ച് ഇമോഷണൽ സീൻസും അങ്ങനത്തെ കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അത്യാവശ്യം വർക്കായി, മീൻസ് ഫിലിമിൽ അത്യാവശ്യം വർക്കായി. അതായത് ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു ഹൈ എനർജിയിൽ ഈ ഫിലിം പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഇങ്ങനത്തെ ഇമോഷൻ സീൻസ് അതിൽ വളരെ ബ്ലെൻഡ് ആയിട്ട് പോയത് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ പറഞ്ഞ പോലെ ക്യാമ്പസ് പശ്ചാത്തലത്തിൽ ബേസിലിന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരു ടൊവിനോയുടെ ഗ്യാങ്ങിലുള്ള മറ്റ് ഗുണ്ടകളായിട്ട് അഭിനയിക്കുന്നവര്, അതുപോലെ വരുന്ന ഒന്ന് രണ്ട് ക്യാമിയോസ്, ഇതെല്ലാം അടിപൊളിയായിരുന്നു. ഒരാളും ഒരു ഒട്ടും വെറുപ്പിക്കാതെ ആ ഒരു ലൈൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പൊടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ നമുക്കത് ഇത്തിരി ക്രിഞ്ചായി തോന്നിയേക്കാം എന്നുള്ള രീതിയിലുള്ള അങ്ങനത്തെ ഒരു ലൈനിലേക്ക് പോവാവുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായി. പക്ഷെ അതൊക്കെ കറക്റ്റ് ആ ഒരു ലൈനിൽ പിടിച്ച് കറക്റ്റ് നമ്മൾക്ക് ആ കോമഡി ലെവലിൽ കൊണ്ടുവന്ന് അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. സോ ടോട്ടൽ ഈ പടത്തിലുള്ള പെർഫോമൻസ് വൈസ് എല്ലാവരും വളരെ രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഹൈ ലെവൽ മറ്റേ അഭിനയം കാഴ്ചവെച്ചോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഫിലിം അല്ല ഇത്. സോ എനിക്ക് ഈ ഇതിൽ നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫിലിം നിങ്ങൾ ക്രൗഡ് പോകുന്നതിന് മുന്നേ കാണാൻ ശ്രമിക്കുക. കാരണം മറ്റൊന്നുമല്ല, ഇത് ഒരു പക്ഷേ ഒരു 1 വീക്ക് ഒക്കെ കഴിഞ്ഞ്, 1 വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യാഴാഴ്ച ഇപ്പോൾ ദൃശ്യം 3 ഇറങ്ങും. അപ്പോൾ ഈ ക്രൗഡ് പോകുന്നതിന് മുന്നേ അത്യാവശ്യം പാക്ഡ് ആയിട്ടുള്ള തിയേറ്ററിൽ നിങ്ങൾ ഈ ഫിലിം കാണാൻ നോക്കണം. അല്ലാതെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമില്ല എന്നൊന്നും ഞാൻ പറയാനില്ല. കാരണം ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, സ്ട്രിക്ട്ലി ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നിങ്ങൾ എന്തായാലും ഈ ഫിലിം കാണുക, എൻജോയ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയിൽ താഴെ കമന്റ് ചെയ്യുക. ആൻഡ് താങ്ക് യു.